അസ്സലാമലൈക്കും. എല്ലാവർക്കും ഷിസാസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് പൂരിയും പൂരി മസാലയാണ് കാണിക്കുന്നത്. എല്ലാവർക്കും ഒരുവിധം അറിയാവുന്ന ഒരു റെസിപ്പിയാണ്. എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് കണ്ടു നോക്കൂ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ ഒരു പാത്രത്തിൽ 2.5 കപ്പ് ഗോതമ്പ് മാവാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് സ്പൂൺ വെച്ച് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ആഡ് ചെയ്ത് ഇതൊന്ന് കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ 1 ഗ്ലാസ് വെള്ളമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ടോട്ടൽ എനിക്ക് 1.5 ഗ്ലാസ് വെള്ളം ആവശ്യം വന്നിട്ടുണ്ട് ഇത് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് കുഴച്ചെടുക്കാനുള്ളത്. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് അതിൻ്റെ പുറത്തൊക്കെ തടവിയതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് മൂടി വയ്ക്കാം റെസ്റ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇവിടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പൂരിയുടെ വലിപ്പത്തിന് മാവെടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും ഇനി പരത്തിയെടുക്കാം. ഞാൻ ഇത്ര വലിപ്പത്തിലാണ് പൂരിക്ക് പരത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലോട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ പൂരി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഞാൻ തയ്യാറാക്കുന്നത് പൂരി മസാലയാണ്. അതിനായിട്ടൊരു 3 മീഡിയം ഉരുളൻകിഴങ്ങാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അത് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ടൊരു ചെറിയ സവാളയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 7-8 പച്ചമുളകാണ് ഞാൻ കീറിയെടുത്തിട്ടുള്ളത്. അതും കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 1/2 കപ്പ് ഗ്രീൻ പീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് ഒരു 1.5 ഗ്ലാസ് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ച് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങായതുകൊണ്ട് ഒരുപാട് നമുക്ക് വിസിലൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. ഒരു 3 വിസിൽ കേൾക്കുമ്പോൾ തന്നെ അത് കുക്കായി വന്നോളും. അപ്പോൾ അതിവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ തയ്യാറാക്കിയെടുക്കാം. ഞാനൊരു പാത്രത്തിൽ ഒരു അലുമിനിയം പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കടുകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സവാള വീണ്ടും കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതൊരുവിധം വഴണ്ട് വരുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളിയാണ് ചതച്ചതിട്ട് കൊടുക്കുന്നത്. ഒരു 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി വരും. അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിയും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു ചെറിയ തക്കാളിയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിട്ട് കൊടുക്കാം. അതെല്ലാം ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങ് അതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇത് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ ആ വെള്ളമൊക്കെ ഒരുവിധം വറ്റി അതൊന്ന് ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ നമ്മുടെ പൂരി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി പൂരി മസാലയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അറിയാത്തവരുണ്ടെങ്കിൽ ഇത് കണ്ടൊന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ നമ്മുടെ പൂരി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത പ്രാവശ്യം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.